ഈ സിനിമകളിൽ ഓഫർ വരുന്ന സമയത്ത് അതിൽ ഇത്തരം കഥാപാത്രങ്ങൾ വന്നാലേ ചെയ്യൂ എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ടോ? ചില കഥാപാത്രങ്ങൾ ഇൻറ്റിമസി സീനുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മോശമോ അല്ലെങ്കിൽ അത്തരം സിനിമകൾ മോശമോ അല്ലെങ്കിൽ അത്തരം ഇത് മോശമോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഏറ്റവും വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ നമുക്കൊപ്പം വളർന്നവരും ഒക്കെ നമുക്കൊപ്പം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി അല്ലേ? ആഷിയുടെ ഫാമിലീസ് ഒരിക്കലും എന്നെ അംഗീകരിച്ചിട്ടില്ല. അത് എനിക്കറിയില്ല പേഴ്സണലി. അത് പക്ഷെ ആഷി വിത്ത് അവർ ഫാമിലി വിത്ത് ഓക്കെയാണ്. എന്നെ അംഗീകരിക്കാൻ അവൻ്റെ ഉമ്മ ഇതുവരെ തയ്യാറായിട്ടില്ല. ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മയാണ്. എന്നെ ആഷിയുടെ ഉമ്മ തെറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ ആ പേര് വിളിക്കരുത്, എന്നെ വിളിക്കേണ്ട, അവിടെ വേറെ 2 പേരില്ല, അവരെ പോയി വിളിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ദുബായിലെ ബാനാണ്, ഞാൻ അവിടെ ആൾമാറാട്ടത്തിന് നടന്നുകൊണ്ട് എന്നെ ബാൻ ചെയ്ത് വിട്ടതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ കുട്ടിക്കാലം ഭയങ്കര വേദനാജനകം തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തൽ, കളിയാക്കലുകൾ, പരിഹാസം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സ് ശരിക്കും എന്താ പറഞ്ഞിരുന്നത്? നീ ഒരു പെണ്ണുങ്ങളെ പോലെയല്ലേ, നിൻ്റെ ഒരു കുഴഞ്ഞ കളിയൊന്നും ഇതിൽ നടക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആൺകുട്ടികളുടെ ഒപ്പനയിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഭയങ്കര സങ്കടമായിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട്. ഒരു ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മോശം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു? സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മാഷിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ സമയത്ത് നീ അങ്ങനെ നടന്നതുകൊണ്ടാണ്, നീ പെണ്ണുങ്ങളെ പോലെ നടക്കല്ലേ, നീ ആണായിട്ട് നടക്ക് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റിയായിരുന്നു. പക്ഷെ പലപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു ജന്മം തന്നത്? ഒരു ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു ലൈഫ്, ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു മനസ്സ് അത് വളരെ വേദന തന്നെയാണ്. കാരണം അത് മനസ്സിലാക്കി ആ സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ അത്തരത്തിൽ ഞാൻ വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. മനസ്സിലെ അറിയാതെ എവിടേക്കോ വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഉമ്മ ഒരിക്കലും എന്നെ ശപിക്കില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഉമ്മ അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും ഉമ്മാക്ക് അത് പറ്റില്ല. അത് ഉമ്മാക്ക് ഒരു അമ്മമാർക്കും അങ്ങനെ മക്കളെ ശപിക്കാം എനിക്ക് തോന്നുന്നില്ല പറ്റുന്നുള്ളത്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു വെറൈറ്റി മീഡിയ പ്രസൻസ് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹൻ. ഇന്നൊരു പക്ഷേ അതിഥിയെ എങ്ങനെ വാക്കുകളേക്കാൾ വാക്കുകൾ കൊണ്ട് എത്രത്തോളം വിശേഷിപ്പിക്കാനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്ന ആളുടെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് കുറേ കൂടി ഇഷ്ടവും ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് പറയാതെ വയ്യ. സ്വാഗതം ജാസി. നമസ്കാരം. താങ്ക് യു. ഹായ് രോഹൻ. കാരണം ഞാൻ പറഞ്ഞു വന്ന ഇൻട്രോയിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ പോഡ്കാസ്റ്റിൽ ഇവിടെ ഈ ചെയറിലിരുന്ന് ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെയറിൽ ഇപ്പോൾ എല്ലാവരുടെയും ആ ഫേസിൽ നിന്ന് എക്സ്പ്രഷൻ കാണുന്നുണ്ട്. കോസ്റ്റ്യൂം രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് എൻ്റെ കോസ്റ്റ്യൂംസ് ഭയങ്കര അടിപൊളിയാണെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഏത് തരത്തിലുള്ള പ്രോഗ്രാമാണെന്ന് എനിക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ വാർഡ്രോബ് കണ്ട് ഏത് ഡ്രസ്സ് ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് എടുത്ത ഭയങ്കര കോൺസെൻട്രേറ്റ് എടുത്ത ഒരു ഡ്രസ്സാണ്. പക്ഷെ അത് ഇതിലേക്ക് ഭയങ്കര അടിപൊളിയായെന്നുള്ളത് തോന്നി ഭയങ്കര സന്തോഷം. എനിക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസിനകത്ത് കൺഫെഷൻ റൂമിൽ പോയ സമയത്ത് കണ്ടസ്റ്റന്റ് ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയത്. കാരണം കോട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞ് മൈക്ക് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് മൈക്ക് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പിൽ ഇരുന്ന് പറയൂ ബിഗ് ബോസ് എന്നിരിക്കുന്ന പോലെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ ഇരിക്കുന്നതും ഇങ്ങനെ ഒരു പ്രോകാസ്റ്റ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട് എനിക്ക്. ശരിക്കും അവിടെ നിന്ന് എവിടേക്കോ കുറേയൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് സാധ്യതകളെ കുറിച്ച് ജാസിയുടെ പേര് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇരിക്കുമ്പോഴും കണക്ട് ആവുന്നത് അങ്ങോട്ട് തന്നെയാണ്. എവിടെയൊക്കെ ഇതുപോലെ ഇരുന്ന് നോക്കിയിട്ടുണ്ടോ ശരിക്കും? ഇനി എപ്പോഴെങ്കിലുമൊക്കെ അകത്തോട്ട് പോവുകയാണെങ്കിൽ? ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ലൈക്ക് ഈ അവാർഡ് നിശകളൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ട് നമ്മൾ കുറച്ച് ചെറിയ സമയത്തൊക്കെ ഈ അവാർഡ് ഷോക്ക് നടിമാര് വരുന്നതും ഇപ്പോൾ ഈ ബോളിവുഡ് നടിമാരെ ഒരുങ്ങി നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരുങ്ങിയിട്ട് അതേപോലെ ഒരുങ്ങി മിററിന്റെ മുമ്പിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര സംഭവം. എന്തെങ്കിലും ഒരു പക്ഷെ നമുക്കൊരു അവാർഡ് കിട്ടി നമ്മൾ അങ്ങനെ സംസാരിക്കേണ്ടി വന്നാൽ ഒരു അതിന്റെ ഒരു ട്രയൽ ഇപ്പോഴേ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ കോസ്റ്റ്യൂമിൽ പ്രത്യേകിച്ചാണെങ്കിലും ഇപ്പോൾ ചാനൽ ഷോകളിലാണെങ്കിലും ഇപ്പോൾ വൈകിട്ടത്തെ നിശകളിലൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഒരു പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് വാക്കുകൾ കൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നേക്കാം അല്ലേ? നമ്മളിടുന്ന ഒരു പാർട്ടി വെയർ സംഭവമാണെങ്കിലും ഗൗൺ ആണെങ്കിലും ആ രീതിയിലേക്കൊക്കെ. അപ്പം
ശരിക്കും ഇങ്ങനെ ഇടുന്നൊരു കോസ്റ്റ്യൂം ഇടുന്നതിന് മുമ്പ് കണ്ടൊരു പ്ലാൻ കൂടി ഉണ്ടെന്ന് പറയുന്നു അല്ലേ, നമ്മൾ എത്രത്തിലായിരിക്കുന്നത്. അതെ, അതെ. ഈ വാക്കുകൾ കൂടി അങ്ങനെ ശ്രദ്ധിച്ച് വെക്കുന്നത് ശരിക്കും എന്താ മനസ്സിലേക്ക് കൊണ്ട് നടക്കാറുള്ളത്? ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വേദിയിൽ വന്നു, ഒരു പക്ഷേ കുറേ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ആൻഡ് ഫൈനലി ഞാനിത് അച്ചീവ് ചെയ്തു ഈ ഒരു മൊമെന്റ് എന്നുള്ളത്. എന്തായിരിക്കും ആദ്യം പറഞ്ഞു തുടങ്ങുന്ന വാക്ക്, വരികൾ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഞാനൊരു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് എൻ്റർടൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് കിട്ടുന്നൊരു അവാർഡാണ് അങ്ങനെ. അപ്പോൾ ആ സമയത്ത് അത്രയും ഓഡിയൻസിന് കയ്യിൽ നിന്ന് ആ അവാർഡ് വാങ്ങിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞ ഈ മിററിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ പറയുന്ന അതേ വാക്കുകളാണ് എനിക്ക് അവിടെ ഓർമ്മ വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയതിൽ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു അവാർഡ് എന്തെങ്കിലും ഒരു സമയത്ത് എനിക്ക് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെയായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും നമുക്ക് ഒരു അംഗീകാരം കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരെ കുറച്ച് എന്താ പറയുക അംഗീകരിക്കപ്പെടുക എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അത് വളരെ വലുത് തന്നെയാണ്. ഈവൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ആരായാലും അവർ നന്നായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്കും അതേപോലെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറ്. ഈ സിനിമയെന്ന് സ്വപ്നം കാണുന്ന സമയത്താണെങ്കിൽ പോലും അതിലിപ്പോൾ നായികയായിട്ടാണെങ്കിലും മികച്ച നടിയായിട്ടാണെങ്കിലും മികച്ച സഹനടിയാണെന്നൊക്കെ നേരത്തെ വിശേഷിപ്പിക്കണ്ടായി. ഈ സിനിമകൾ ഓഫർ വരുന്ന സമയത്ത് അതിൽ ഇത്തരം കഥാപാത്രങ്ങൾ വന്നാലേ ചെയ്യൂ എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടോ? അപ്പോൾ എനിക്ക് അത് പേഴ്സണലി എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ചില കഥാപാത്രങ്ങൾ, ഇൻറ്റിമസി സീനുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മോശമോ, അല്ലെങ്കിൽ അത്തരം സിനിമകൾ മോശമോ, അല്ലെങ്കിൽ അത്തരം ഇത് മോശമോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നേരിടാൻ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ നമുക്കൊപ്പം വളർന്നവരും ഒക്കെ നമുക്കൊപ്പം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി അല്ലേ. ഫാമിലി ഇല്ല, അല്ലെങ്കിൽ ഒരു വർഷം മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കളില്ല എന്നുള്ളത്. പിന്നീടാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നത് അല്ലേ. ശരിക്കും അവിടെയും ഇത്തരത്തിൽ ഇഷ്യൂസ് ആവുന്നു. ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരോടാണ്, എന്തിനു വേണ്ടിയാണ്? എനിക്ക് പേഴ്സണലി എനിക്ക് ഫാമിലീസ് എല്ലാം പണ്ട് ഭയങ്കര എതിർപ്പാണെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, സപ്പോർട്ടാണ്. പിന്നെ ആഷിയുടെ ഫാമിലീസ് ഒരിക്കലും എന്നെ അംഗീകരിച്ചിട്ടില്ല. അത് എനിക്കറിയില്ല പേഴ്സണലി അത്. പക്ഷേ ആഷി വിത്ത് അവർ ഫാമിലി വിത്ത് ഓക്കെയാണ്. എന്നെ അംഗീകരിക്കാൻ അവൻ്റെ ഉമ്മ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതീക്ഷിക്കുന്നുണ്ട് ജാസി വീട്ടിലെ കയറണം, അല്ലെങ്കിൽ അവിടെ ഒരു മകളായിട്ട് കയറണം? തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും കാലമാണല്ലോ, മറയും ആൾക്കാരെ മനസ്സല്ലേ, മാറും. അപ്പോൾ അംഗീകാരങ്ങൾ വരും. ഇപ്പോൾ എത്രയോ ട്രാൻസ് പേഴ്സണെ കല്യാണം കഴിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. നല്ല നല്ല ഹൈ ഫാമിലിയിലേക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്ന ട്രാൻസ് കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. പണ്ട് മാറ്റി നിർത്തിയ ആൾക്കാർ തന്നെ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് അവരെ കൈപിടിച്ച് കയറ്റുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാറും. ശരിക്കും അങ്ങനെ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു വിദൂരമായിട്ട് ഞാൻ അത് ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ ആൾക്കാരെ വായ മൂടി കെട്ടാൻ വേണ്ടി ഞാനും ആഷിയുടെ ഉമ്മയും ഒന്നാവും, ഞങ്ങൾ എന്നെ അംഗീകരിക്കും എന്ന് തന്നെയാണ്. കാരണം എന്നെ അംഗീകരിക്കാതിരിക്കാൻ വേറൊരു കാര്യം ഇല്ല. അല്ല, അവരെ ശരിക്കും ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വ്യക്തി താല്പര്യം കൂടിയാണ് അങ്ങനെ ആവണം, കയറണം എന്നുള്ളത്. തീർച്ചയായിട്ടും ശരിക്കും ഇതിൻ്റെ സാധ്യതകൾ അകന്ന് നിൽക്കുമ്പോൾ പോലും വരെ പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടാവാൻ ശ്രമിക്കുമ്പോൾ ഉമ്മനെ അത്തരത്തിൽ മോശമായിട്ട് വാക്കുകൾ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സാധ്യത ഇല്ലാതെ ആവില്ല ചെയ്യുക. ഞാൻ അത് കുറേ ആൾക്കാർ തെറ്റിദ്ധാരണ, ഞാൻ ആഷിയുടെ ഉമ്മാനെ തെറി പറഞ്ഞു. ഒരിക്കലും ആഷിയുടെ ഉമ്മാനെ എന്തൊക്കെ പറഞ്ഞാലും ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ണറിൻ്റെ അമ്മയാണ്. എന്നെ ആഷിയുടെ ഉമ്മ തെറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ ആ പേര് വിളിക്കരുത്. അതായത് എന്നെ ഒരു വിളിച്ചിട്ടാണ് ഉമ്മ തുടങ്ങിയത്. എന്നെ ആ പേര് വിളിക്കരുത്, ഇനിയെങ്കിലും നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ, അക്സെപ്റ്റ് ചെയ്തൂടെ, എന്തിനാണ് ഇത്രയും വാശി കാണിക്കുന്നത് എന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പുകളാണ് ഇറങ്ങിയത്. പക്ഷെ ആ പേര് എന്നെ പേര് വിളിക്കരുത് പോലും എന്ന് പറയുന്നത്. പക്ഷെ അതിന് മറുപടി ആയിട്ട് പറയുന്ന സാധനം എന്നെ വിളിക്കരുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് നിങ്ങളുടെ 2 മക്കളാണ്, എന്നെ വിളിക്കേണ്ട, അവിടെ വേറെ 2 പേരില്ല, അവരെ പോയി വിളിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞതിന് ഞാൻ ഒരിക്കലും പിന്നെ അതിൽ തന്നെ വോയിസ് കുറേ അത്രയും ദാഷ്ട്യത്തോടെ അത്രയും ദേഷ്യത്തോടെയും ഒക്കെ സംസാരിക്കുന്ന മോശം വാക്കുകൾ സംസാരിക്കുന്ന ശരിക്കും വോയിസ് ക്ലിപ്പിലും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും കൂടി ഉമ്മയാണ്. ഇപ്പം എൻ്റെ ഉമ്മയും ഞാനിങ്ങനെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ആഷിയുടെ ഉമ്മയും കാണുക. ഒരിക്കലും ജാസി മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ ആ വീട്ടിൽ ഞാൻ ഉണ്ടായിരിക്കും, കിച്ചണിൽ ഒരുമിച്ചുണ്ടായിരിക്കും. ഒരു പക്ഷേ ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാൾ ഉമ്മയുടെ ഒപ്പം കിച്ചണിൽ വ്ളോഗ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് കണ്ടേക്കാം എന്ന് പറയുന്നത് അവരെ ബോധ്യപ്പെടുത്താനുള്ള അപ്പുറത്തേക്കായിട്ട് അവൻ്റെ വ്യക്തി താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ തന്നെയാണ്. സോ അങ്ങനെ കണ്ടൊരു വശം അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് ഇതേ ഉമ്മേനെ തന്നെ ദേഷ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ അത്രത്തോളം മോശം വാക്കുകൾ സംസാരിക്കുമ്പോഴും അത് എവിടേക്കോ അത് ഉമ്മാക്ക് എനിക്കറിയില്ല, ഉമ്മാക്ക് അത് സ്റ്റിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല.
ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരെ അമ്മമാർ അവരെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എനിക്കും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ആഷിൻ്റെ ഉമ്മാനെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ആഷി അവൻ്റെ മാത്രമേ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. ഞാൻ ഫോൺ എടുത്താൽ ഉമ്മ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കുന്ന ഉമ്മ കേൾക്കാറുമില്ല. ഫോൺ എടുത്താൽ എന്നോട് പറയും എൻ്റെ മോനിക്ക് കൊടുത്താൽ മതി, എനിക്ക് എന്നോട് സംസാരിക്കാൻ ഇല്ല എന്നാണ് പറയാറ്. ഞാൻ ഓക്കെ, അത് അവൻ്റെ ഉമ്മാൻ്റെ ഒരു കാര്യമാണ്. അവൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് വേറെ ആരായാലും ചിലപ്പോൾ അംഗീകരിക്കാൻ അവർക്ക് ഈ ട്രാൻസ് വുമൺ ആയിട്ടുള്ള എന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അത്ര ഒരു ഇതിലേ എടുക്കുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ആഷിൻ്റെ ഉമ്മാനെ ജാസ്തി തെറി പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്നെ അങ്ങനെ വിളിക്കരുത്, കാരണം അവിടെയുള്ള വേറെ ആൾക്കാരെ വിളിക്കൂ. ഞാൻ അങ്ങനെയല്ല. എന്തിനാണ് ഞങ്ങളെ ലൈഫ് പ്രശ്നമാക്കുന്നത്? എങ്കിലും അംഗീകരിക്കാൻ ഒന്ന് പഠിച്ചൂടെ, മനസ്സ് മാറ്റിക്കൂടെ, മരിച്ചു പോകുന്ന ആൾക്കാരല്ലേ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രായമുള്ളവരാണ്, ഒരുപക്ഷെ ഇന്ന് നമുക്ക് കമ്മ്യൂണിറ്റിനും LGBTQ കൂടിയും ഈ ഒരു ജനറേഷനിലും തലമുറയിലും അറിഞ്ഞു വരുന്ന പോലെ അത്രത്തോളം അവർക്ക് അറിയാം ഒരു പക്ഷേ. അത് ഞാൻ വിചാരിക്കുന്നത് അതിനേക്കാൾ അങ്ങനെ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ജീവിതം സംഭവിക്കാതെ വരുമ്പോൾ കുറച്ച് അവർക്ക് അതിന്റെ പ്രയാസം അവരെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഉമ്മാനെ കുറ്റം പറയില്ല. നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ആഷി എന്ന വ്യക്തിയുടെ കല്യാണം അല്ലെങ്കിൽ അവന്റെ കുട്ടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ആ സമയത്തേക്കാണ് ഞാൻ ആഷിയുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാനത് അക്സെപ്റ്റഡ് ആണ്. ആ കാര്യത്തിൽ ഞാൻ അക്സെപ്റ്റഡ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ വലിയൊരു കാര്യത്തിനും ഒന്നും പോകാണ്ടത്. കാരണം ഓക്കെ, അത് എന്തൊക്കെ ആയാലും അവൻ്റെ ഉമ്മയാണ്, ഒന്നുമില്ലെങ്കിൽ എൻ്റെ പാർട്ണറിൻ്റെ അമ്മയാണെന്നുള്ളൊരു റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് ഞാനത് പിന്നെ അതിലേക്ക് അധികം ഒരു പ്രശ്നത്തിന് ഞാൻ പോവാത്തത്. അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ പല വോയിസുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്കും സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് കാണിക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഉമ്മേനെ കാണാൻ ആഷിന് വിടുന്നില്ല എന്ന് പറയുന്നത്? അല്ല, അവൻ പോവാറുണ്ട്. അത് ഈ ട്രോളന്മാർ പറയുന്ന കുറെ കാര്യങ്ങൾ അതെല്ലാം വളരെ ഈ ഉമ്മയുടെ വോയിസിൽ തന്നെ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയിട്ട് ആകെ വന്ന് കാണാൻ നിന്ന് 2 ദിവസം നിൽക്കുമ്പോഴേക്കും തിരിച്ചു വിളിക്കുന്നു, വരാൻ അത് ആഷി പോയിരുന്നു. പോയ സമയത്ത് ആഷിക്ക് അവിടെ കംഫർട്ടബിൾ അല്ല. കാരണം വീട്ടിലാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്നെ ഒഴിവാക്കി വരാൻ വേണ്ടി പറയുന്നു. പിന്നെ കുടുംബക്കാരാണെങ്കിലും അവനോട് പണ്ടത്തെ രീതിയിലല്ല പെരുമാറുന്നത്, ഫ്രണ്ട്സ് ആണെങ്കിലും അല്ല. അപ്പോൾ അതുകൊണ്ട് ആഷിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇടയ്ക്ക് പോയി വരും. ഇപ്പം അടുത്തും കൂടെ പോയി വരും എന്നല്ലാണ്ട് അവിടെ നിൽക്കൽ ഭയങ്കര കുറവാണ്. മറ്റേതൊക്കെ ഒരു 3 ദിവസം 4 ദിവസം നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ പോവും, രാവിലെ പോവും, കാണും, കുറച്ച് നേരം നിൽക്കും, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് തിരിച്ച് വരാറേ ഉള്ളൂ. ഞാൻ അവിടെ നിൽക്കുന്നത് ഇപ്പം കുറച്ച് കുറവാണ്. അതുകൊണ്ടായിരിക്കും ഉമ്മ അങ്ങനെ പറഞ്ഞത്. ശരിക്കും ഇത്രയും വിവാദം എപ്പോഴും ആഷിയുടെ ഉമ്മ പറയുന്നുണ്ട്, എന്നെ ഒഴിവാക്കിയിട്ട് അവൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു മകനില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആഷിയുടെ ഉമ്മ അവനെ സ്വീകരിക്കും. പക്ഷെ ആഷിക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല, എന്ന ഉമ്മാനെ വെറുപ്പിക്കാനും പറ്റില്ല. അപ്പൊ പക്ഷേ ആ പറയുന്ന വോയിസിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ല പോവണ്ട, അതിൽ തന്നെ ആഷി പറയുന്നുണ്ട് ജാസിനെ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് വോയിസ് പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ അവിടെ നിൽക്കുന്ന അത്രയും ഇഷ്ടത്തോടെയല്ല ജീവിക്കുന്നത്. ഒരു പക്ഷെ കേൾക്കുന്ന ആളുകളാണെങ്കിലും കാണുന്ന ജനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. ശരിക്കും അതൊക്കെ മർദ്ദിക്കുന്ന പാടുകൾ സംഭവം വരുന്നു, വോയിസിൽ വരുന്നു. അതിന്റെ ആഷി പറയുന്നു എന്ന് പറയുന്നത് ഇത് കുറെ മുമ്പ് കഴിഞ്ഞ സംഭവങ്ങളാണ്. അത് ഇപ്പോൾ ഈ ഉമ്മാന്റെ വോയിസ് ഇതും കൂടി ഒരുമിച്ച് ഇറങ്ങി എന്നുള്ളതാണ്. ഇത് ദുബായിലുള്ള സമയത്ത് വേറൊരു റിലേഷന്റെ സമയം ആയ സമയത്ത് ആഷി അവരെ പോയി കണ്ട സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, നീ പോയിരുന്നോ? അപ്പോൾ ആഷി പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല, വിത്ത് തെളിവ് സഹിതമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ തെളിവ് കാണിച്ചു കൊടുത്തപ്പോൾ നീ പോയിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ആഷി അവിടെ ഞാൻ ആഷിനെ മർദ്ദിച്ചില്ല. ഇല്ലല്ല, ആ സമയത്ത് ഞാൻ മർദ്ദിച്ചില്ല. അപ്പോൾ നീ പോയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നെ തല്ലല്ലേ എന്ന് അവൻ പറഞ്ഞതാണ്. അത് ആ വോയിസ് ആണ് ഇറക്കിയത്. അത് ആഷി തന്നെ എടുത്ത ഒരു വോയിസ്, അന്ന് ആ സ്നേഹിച്ച കുട്ടിക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് ആയിരുന്നു. അല്ല, ശരിക്കും അങ്ങനെ തല്ലല്ലേ എന്ന് പെട്ടെന്ന് ഒരാൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തല്ല് കിട്ടാറുണ്ടായിരുന്നു? അപ്പോൾ ശരിക്കും ഇല്ല, ഞാൻ പൊതുവെ അങ്ങനെ ഒരു പക്ഷെ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന പാർട്ട്ണർ വേറൊരാളുടെ സ്പേസ് തേടി പോയ സമയത്ത് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എനിക്കത് ഒരിക്കലും അത് സഫർ ചെയ്യാനോ, കാരണം അത്രമേൽ ഞാൻ ഈ വ്യക്തിയെ, ആഷി എന്ന് പറഞ്ഞ വ്യക്തിയെ ഡീപ്പായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അത്രയ്ക്ക് എനിക്ക് ആഷിനെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു സ്പേസ് വേറെ ആൾ കൊടുത്തു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യം തന്നെയായിരുന്നു. പക്ഷേ ഈ ദുബായിലുള്ള ഈ പെൺകുട്ടീനെ തന്നെ ഇപ്പോൾ ഉമ്മ പറയുന്ന സംഭവം, അതായത് ഞാൻ സംസാരിച്ചാണ് കുട്ടിയുടെ അടുത്ത്, അവൻ അവിടെ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായം ചെയ്യാൻ വേണമെന്നുണ്ട് ഞാനാണ് ആ പെൺകുട്ടിയോട് സംസാരിച്ചത് എന്നാണ് ഉമ്മ പറയുന്നത്. അതെല്ലാം ഉമ്മാനെ കൊണ്ട്, അത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് ഉമ്മാനെ കൊണ്ട് പറയും. കാരണം അത് ഉമ്മാനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ, ആഷി വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് ഉമ്മ പറഞ്ഞത്.
അത് എല്ലാം ഉമ്മാനെ കൊണ്ട് പറയിപ്പിച്ച കഥകളാണ്. അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണത്. കാരണം അവിടെ വേണ്ടത് എന്നെ മാക്സിമം താറടിക്കുക, എന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക്, ഞാനൊരു ഭയങ്കര ഒരു ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ദുഷ്ടയായിട്ടുള്ളൊരു ആളാണ് എന്ന് എന്നെ മുദ്ര കുത്തിയിട്ട് ഇതാക്കാനുള്ള ഇപ്പോൾ ഞാനൊരാളെ അത്രയും ഉപദ്രവിക്കുന്ന ഒരാളാണ്, അത്രയും തല്ലുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആശി എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. ഒരാൾ എത്ര കാലം അങ്ങനെ ഒരാളെ കയ്യിൽ നിന്ന് അടി വാങ്ങി നിൽക്കും അല്ലെങ്കിൽ തല്ലുകൂടി നിൽക്കും. ഇപ്പോൾ സ്റ്റിൽ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനടക്കം എൻ്റെ കൂടെ വന്ന എൻ്റെ പാർട്ട്ണറാണ്. ഞങ്ങൾ നന്നായി സ്നേഹിച്ച് പോകുന്നത് കാണുമ്പോഴുള്ള മറ്റുള്ളവർ ഇത്രയൊക്കെ പ്രശ്നമാണെങ്കിൽ ഒരു പക്ഷേ ജാസി ഇത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും ഇതിന് ആഷി വന്നിട്ടൊരു മറുപടി കൊടുക്കണം. എന്തുകൊണ്ടാണ് ആഷി തുറന്ന് ശരിക്കും മുഖ്യധാരയിൽ വരാത്ത? എന്തുകൊണ്ടാണ് ആഷി പറഞ്ഞിട്ടുണ്ട്. ആഷി ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ വന്ന് ആഷി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പറയുമ്പോഴും ആൾക്കാർ ഇത് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ജാസി ഞാൻ അങ്ങനെ ഒരാളെ പറയിപ്പിക്കണം. ഇപ്പോൾ പലരും പറഞ്ഞത് ജാസിനെ ആഷി പിടിച്ച്, എനിക്കൊരാളെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. സ്നേഹം എന്ന് പറഞ്ഞ് പിടിച്ച് വെച്ച് വാങ്ങേണ്ട ഒരു സംഭവം അല്ലല്ലോ. ഇപ്പോൾ ആഷിക്ക് എന്നെ ഇഷ്ടമില്ല അല്ലെങ്കിൽ ആഷിനെ എനിക്ക് ഇഷ്ടമല്ല. ആക്ച്വലി ദുബായ് ഇൻസിഡന്റ് ആക്ച്വലി ഏറെക്കുറെ അങ്ങനെ ഒരു പിടിച്ചു വാങ്ങൽ പ്രശ്നം അത് ആ ഇൻസിഡന്റ് എല്ലാം സത്യമാണ്. ഞാൻ പറഞ്ഞത് എല്ലാം സത്യമാണ്. അത് കഴിഞ്ഞ് ആഷി ആ വ്യക്തി ആരാന്ന് മനസ്സിലായി എന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് ആഷിയെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആഷിൻ്റെ ഉമ്മാനെ ഞാൻ ആഷിനെ കാണിക്കാൻ വിടാണ്ടിരിക്കാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പല ട്രോളന്മാർ. അതൊക്കെ വളരെ എന്താ പറയുക നുണയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ എന്നെ അല്ലെങ്കിൽ ആഷിനെ അറിയുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർക്കറിയാം ഞാൻ ആഷിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ഞങ്ങളുടെ ബോണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു 3 ദിവസം കാണാണ്ടിരിക്കാൻ ആഷിക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്നേഹബന്ധം ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അത് കൊണ്ട് മാത്രമാണ് ആഷി എൻ്റെ കൂടെ ഇപ്പോഴും സ്റ്റിൽ ഉള്ളത്. അല്ലാണ്ട് ഇപ്പോൾ ആഷിക്ക് അവൻ്റെ ഉമ്മാനെ കാണാൻ തോന്നുമ്പോൾ പോയി കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം അവനക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പം നാളെ ഞാൻ പറയാണ് നീ നിൻ്റെ ഉമ്മാനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ആഷി ഒരിക്കലും കേൾക്കില്ല. കാരണം അവനക്ക് അവൻ്റെ ഉമ്മ വലുതാണ്, അവൻ എന്തായാലും പോയി കാണും. ഇപ്പം നാളെ ആഷി എന്നോട് പറയണം നീ നിൻ്റെ ഉമ്മാനെ പോയി കാണരുതെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ലല്ലോ. കാരണം എനിക്ക് എൻ്റെ ഉമ്മ വലുതല്ലേ. ഉമ്മനെ കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതേപോലെ തന്നെ ആഷി വീട്ടിൽ പോയി ഉമ്മയോട് സംസാരിച്ചു, കുറച്ച് ദിവസം നിന്നു. അതിനുശേഷം ആഷി പറയാണ് എനിക്ക് ഇനി ഉമ്മാൻ്റെ ഒപ്പം നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞത് കേട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ജാസി ഉൾക്കൊള്ളൂ? തീർച്ചയായിട്ടും ഉൾക്കൊള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഒരു സത്യം ആഷിക്ക് ഞാൻ അല്ലാണ്ട് പറ്റില്ല, അതൊരു സത്യമാണ്. അത് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ പാർട്ണറിനെ, അവനക്ക് എന്നെ അറിയാം എന്ന് വെച്ച് ആഷിയുടെ വീട്ടിൽ ഇപ്പം അടുത്തും കൂടെ അവൻ പോയി 2-3 ദിവസം നിന്നപ്പോൾ ഇതാണ് പറയുന്നത്, ജാസിനെ ഒഴിവാക്കണം, നീ വേറെ കല്യാണം കഴിക്കണം, അവനെ ഒഴിവാക്കണം, അങ്ങനെ ആക്കണം, കുടുംബക്കാർക്ക് മോശമാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവനക്ക് ഉണ്ടാകുന്നൊരു ഒരു ഫ്രസ്ട്രേഷനും, കാരണം ഒരു സമാധാനത്തിന് വേണ്ടി വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവനക്കത് മെൻ്റലി അവൻ അത് അക്സെപ്റ്റ് ആകാത്തത് കൊണ്ട് എന്നെ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയും, ജാസ്തി ഞാൻ നാളെ തന്നെ വരും, എനിക്ക് എന്നോട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ 2 ദിവസം നിൽക്ക് എന്നിട്ട് വാ എന്നാണ് ഞാൻ പറയാറുള്ളത്. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, ആഷി ഇവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ 2 ഒരുമിച്ചാണ് ഇങ്ങോട്ട് വരാറ്. അപ്പോൾ എനിക്ക് അവൻ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഉമ്മാനെ എന്തൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഉമ്മ തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ശാപം ഒരിക്കലും വേണ്ട. അത് ഉമ്മ അപ്പോൾ പലപ്പോഴും ആൾക്കാരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പിന്നെ ഉമ്മ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ആ ഉമ്മാക്ക് അത്രമേൽ ആശയെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ആ ഉമ്മാക്ക് അത്രമേൽ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഞാൻ അങ്ങ് എടുക്കണം എന്നൊരു തോന്നലുള്ളതുകൊണ്ടായിരിക്കാം. അത്രയും ഇഷ്ടത്തോടെയാണ് അത് പറയുന്നുണ്ടാവുക എന്ന് ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജാസിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ച് ഉമ്മയോട് സംസാരിക്കുന്ന വാക്കുകളിലും സമയം അല്ലേ കുറച്ചൊന്ന് നിയന്ത്രണം വേണ്ടിയിരുന്നില്ല. അത് തിരിച്ചും വേണമല്ലോ. എനിക്ക് എന്നെ അവൻ്റെ ഉമ്മ പറയുന്ന വോയിസുകളൊക്കെ ഞാൻ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ അത് ഒരാൾക്കും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ജാസി പറയുന്നുണ്ട് അത് ഉമ്മ പറയുന്നത് ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുള്ള വിഷമം കൊണ്ടാണ് പറയുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ തിരിച്ച് അതേ രീതിയിലേക്ക് അതേ നാണയത്തിൽ പറയുമ്പോൾ ഉമ്മ ഇപ്പൊ എന്നെ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ എന്തൊക്കെ കാണിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ വോയിസ് എനിക്ക് ആഷിയുടെ ഉമ്മ അയച്ചാലും എനിക്കറിയാം ആഷിയുടെ ഉമ്മക്ക് ആ ഒരു മകനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ വാക്ക് പറയും, ഇത് മറ്റേ ഇതിൽ പടത്തിലെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ദൈവമേ എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരത്തന്നെ, പക്ഷെ അങ്ങനെ ഞാൻ കോടതിയെ കയറ്റും പോലെ. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ചില സമയങ്ങളിലൊക്കെ എനിക്കും, ഞാനും മനുഷ്യനല്ലേ, കുറേയൊക്കെ കേട്ട് നിൽക്കും. എന്നെ പരമാവധി പറയുമ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്നത്, എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത്, ഇനി നിർത്താനായില്ലേ, മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ, ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്, എന്തിനാണ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അത് പറഞ്ഞ വ്യക്തി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും പല ആൾക്കാരും പറഞ്ഞ പോലെ ഞാൻ അവൻ്റെ ഉമ്മാനെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത്തരത്തിൽ പറഞ്ഞു, അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും എപ്പോഴും
ഫാമിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനില്ലെങ്കിൽ ആഷിൻ അവിടെ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇപ്പുറത്തെ സൈഡ് സൈലന്റ് ആയി പോകുന്നുണ്ട്. ജാസിയുടെ ഫാമിലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ജാസിയുടെ ഫാമിലി എന്താ പറയുന്നത്? എൻ്റെ ഫാമിലിയിലും പണ്ട് എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും ഒക്കെ പണ്ട് ഭയങ്കര എതിർപ്പ് തന്നെയായിരുന്നു. ഈ റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ട്രാൻസ്വുമൺ ആയി മാറുന്നതൊക്കെ ഭയങ്കര സീനോ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോലെ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എൻ്റെ ലൈഫ് ഇതാണ്, എൻ്റെ സ്വന്തം ഇതാണ് എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഓക്കെ അല്ല എങ്കിൽ എന്നാൽ പണ്ടത്തിനേക്കാൾ കുറച്ചും കൂടെ എനിക്കൊരു അക്സെപ്റ്റേഷൻ എൻ്റെ ഫാമിലി കിട്ടുന്നുണ്ട്. അത് ആഷിനും കൂടി ഒരേ സമയം ആഷിനും കൂടെ കാരണം ഞാനും ആഷിനും കൂടി ഒരുമിച്ചാണ് എൻ്റെ വീട്ടിലൊക്കെ പോവാറും താമസിക്കാറും. വീട്ടിൽ താമസിക്കാറുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിക്കാറുണ്ട്. എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഷിയെ. ഓക്കെ, അതൊക്കെ സത്യമുള്ള സംഭവം തന്നെയാണ്. ഇപ്പോഴെങ്ങനെ അവർ കാണുന്നൊരു POV എങ്ങനെ ശരിക്കും അവർ ഒരു മകനായിട്ട് കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റം വന്നു, എങ്ങനെ അവർ സ്വീകരിക്കുന്നു തോന്നുന്നു? ഒരു മകനായിട്ടാണോ മകളായിട്ടാണോ? എന്നെ എപ്പോഴും എൻ്റെ ഉമ്മ വിളിക്കുന്നത് മോനെ എന്നാണ്. ഇപ്പോഴും എൻ്റെ ഉമ്മ എന്നെ മോളെ എന്ന് വിളിക്കുക. എൻ്റെ ഉമ്മ എന്നെ മോളെ എന്ന് വിളിക്കണം എന്നും എനിക്കില്ല. കാരണം എനിക്ക് എന്തൊക്കെ ആയാലും അത് അവർക്കത് വിളിച്ച തുടർന്ന കാര്യങ്ങൾ കുറച്ച് മാറ്റി വിളിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മ എന്നെ മോനെന്ന് വിളിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ആഷിനാണെങ്കിലും ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. ഉമ്മാൻ്റെ ഫുഡൊക്കെ ആഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, നമുക്ക് 2 ദിവസം പോയി ഉമ്മാൻ്റെ അടുത്ത് പോയി നിൽക്കാം, ഉമ്മാൻ്റെ ഫുഡ് കഴിക്കണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ആഷി ഞങ്ങൾ പോകാറുണ്ട്, കാണാറുണ്ട്. ഇപ്പോഴും ഉമ്മ മകനെന്ന് വിളിക്കുന്ന മോനെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ എന്നെ വിളിക്കാറാണ്. ആഷിയുടെ ഫാമിലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് വിളിക്കണം? അപ്പോൾ ശരിക്കും ആഗ്രഹം ശരിക്കും മരുമകളായിട്ട് കാണുന്ന, അവിടെ എന്നെ മരുമകളായിട്ട് തന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ ഉമ്മ എന്നെ മോനെന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആഷിയുടെ ഉമ്മൊക്കെ എന്നെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ മരുമകളായിട്ട് തന്നെ അംഗീകരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഉമ്മ സത്യം പറഞ്ഞ പാവമാണ്. കാരണം ഉമ്മാനെ പലവരും ഉമ്മാക്ക് സ്ക്രൂ ചെയ്യുന്നതുകൊണ്ടാണ് ഉമ്മാക്ക് അന്ന്, കാരണം അവർക്ക് അറിയില്ല, ഉമ്മാക്ക് ഒരിക്കലും അറിയില്ല ഉമ്മാൻ്റെ വോയിസ് അന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കും. കാരണം അത് സ്ക്രൂ ചെയ്ത ആൾക്കാർക്ക് എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് വെറും ഒരു ആളാണ്, ഒരു സ്ത്രീയാണ്. പക്ഷേ എനിക്കോ ആഷിക്കോ അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ്റെ എൻ്റെ പാർട്ണറിൻ്റെ അമ്മയാണ്, ആഷിക്ക് അവൻ്റെ ഉമ്മയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉമ്മ ഈ പറഞ്ഞ വോയിസിന് തിരിച്ച് എനിക്കുള്ള ഉമ്മ അയച്ച വോയിസുകൾ എനിക്ക് തിരിച്ച് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടു കാണിച്ചാൽ മതി. പക്ഷേ അതിന് എനിക്ക് താല്പര്യപ്പെടുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ഓക്കെ ആവും, റെഡി ആവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ശരിക്കും ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും ആ ഒരു സ്ത്രീ ആയിട്ടുള്ള മാറ്റങ്ങളിലേക്കുള്ള ശ്രമങ്ങളായിരുന്നു. അതെ അതെ. മുമ്പ് തന്നെ നമ്മൾ തന്നെ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സർജറിക്ക് മുതിരാതിരുന്നത് സൂചി വരെ എനിക്ക് പേടിയുള്ള ഒരാളാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി വന്നുള്ള വീഡിയോകളിലൊക്കെ പറയുന്നത് എന്നിലെ മാറ്റം, നല്ല മാറ്റം ഉണ്ടല്ലോ ജാസ്തിയും ചോദിക്കുമ്പോൾ എന്നിലെ മാറ്റം ഞാൻ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നു. സൂചിപ്പേടി മാറിയോ? ഇപ്പോഴുണ്ട്. പഠിത്തം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിത്തം എനിക്ക് എൻ്റെ ഈ ഹോർമോൺസിൻ്റെ ഒരു ഇതുണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. റിനയിലാണ്. അപ്പോൾ അതിന് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ കൂടെ വന്നത് എൻ്റെ ഫ്രണ്ടാണ്, പാറുവാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എത്ര പേടിയാണല്ലേ എന്നൊക്കെ അവൾ എന്നോട് ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റും അത്യാവശ്യം പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ എനിക്ക് ദുബായിലെ ബാനാണ്, ഞാൻ അവിടെ ആൾമാറാട്ടത്തിന് നടന്നുകൊണ്ട് എന്നെ ബാൻ ചെയ്ത് വിട്ടതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവിടെ ആരായിട്ട് ജീവിച്ച് കാണിക്കണം? സ്ത്രീ ആയിട്ട് തന്നെ. ഞാനായിട്ട് അംഗീകരിച്ച് എനിക്ക് അവിടെ ജോലി എടുത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തി എനിക്ക് ആഷിക്കും അവിടെ ലൈഫ് സെറ്റിൽ ചെയ്ത് നന്നായിട്ട് പോകണം എന്നൊരു വിചാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് മാറ്റങ്ങൾ വേണം. എൻ്റെ മാറ്റങ്ങൾ ഞാൻ നോക്കി കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മാറ്റങ്ങൾ നോക്കി കാണാൻ. മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പേടി മാറ്റി വെച്ചു. അതെ, അത്രേ ഉള്ളൂ. അതെ, പേടിയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ഒരുപാട് എൻ്റെ ട്രാൻസ് സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ സർജറി ചെയ്തപ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ, ഇത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സർജറിയാണ് ചെയ്തത്, ഇത് എവിടെ നിന്നാണ് നിങ്ങൾ ചെയ്തത്, എല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ മാറ്റങ്ങൾക്ക് വേണ്ടി സർജറി ആണെന്നുണ്ടെങ്കിലും അല്ലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനുവേണ്ടി ഏറ്റവും മാക്സിമം ഞാൻ ചെയ്തു. അതിലേക്ക് എത്തിയാൽ പോലും ജാസ് സ്വയം വിലയിരുത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ എവിടെയാണ് ഞാൻ പരിമിതി എനിക്കുണ്ടാവുക, ഏതിലായിരിക്കും എൻ്റെ പരിധി എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ സ്വയം വിലയിരുത്തുമ്പോൾ? നമ്മൾ എത്രയൊക്കെ സർജറി ചെയ്താലും നമ്മളെ അംഗീകരിക്കാത്തവരുണ്ട്. ഇപ്പോൾ പുറമെ അംഗീകരിക്കില്ല. ജാസി സ്വയമേ വിലയിരുത്തുമ്പോൾ ഞാൻ സ്ത്രീ ആയിട്ടുള്ള എൻ്റെ മാറ്റത്തിൽ എനിക്ക് പക്ഷേ പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്തൊക്കെയായാലും നമുക്കൊരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ആകുമ്പോഴാണ്.
അപ്പോൾ അത്തരം ഒരു ലൈഫ് കിട്ടില്ലല്ലോ എന്നുള്ളൊരു പരിമിതി ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടാണ്ട് തന്നെ അമ്മയാവലാണോ ഉദ്ദേശിച്ചത്? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് പറഞ്ഞ് ഇപ്പോൾ അമ്മയാവാത്ത സ്ത്രീകൾ അങ്ങനെ ഒരു മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അത് വളരെ വേദനാജനകം തന്നെയാണ്. ഒരു അമ്മയാവുക, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക, അതിന് കഴിയാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമുള്ള സംഭവമാണ്. കാരണം കുറേ കാലങ്ങളോളം എൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ ടച്ച് വുഡ് അവൾ കുട്ടിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് അവിടെ പറയാനുള്ളത്, ഒന്നും നിങ്ങൾ വിഷമിക്കുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് പോവുക. ദൈവം നിങ്ങളെ കാണാണ്ടിരിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളും പുഷ്പിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും നമ്മൾ എന്തായിരുന്നു അത് നമുക്ക് കിട്ടാത്തത് പലതും നമ്മുടെ മക്കളിലൂടെ കൊടുക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളെ കുറിച്ച് ഇത്രയും വാചാലായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, അത്തരത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആൺകുട്ടിയോ പെൺകുട്ടിയോ നിന്ന് എത്തരത്തിലുള്ള ലൈഫ് കൊടുക്കണം, എനിക്കില്ലാത്തൊരു കാലം അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലം ഉണ്ടാവുന്ന ആലോചിക്കുന്നത് ശരിക്കും എന്താ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്ക് വളരെ വേദന തന്നൊരു കുട്ടിക്കാലമാണ്. എനിക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രം നല്ല ഓർമ്മകളൊന്നും എൻ്റെ കുട്ടിക്കാലത്തില്ല. ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തൊരു ലൈഫിൽ ഫാമിലിയിൽ വന്നൊരു കുട്ടിയാണ്. എൻ്റെ ഉമ്മ വീട്ടുജോലിക്ക് പോയ വ്യക്തിയാണ്, ഉപ്പ ടാക്സി ഡ്രൈവറാണ്. അത്രയും ഭയങ്കര സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉദ്ദേശിച്ചത്. ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. ഒരു നേരത്തെ നല്ല ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ ഒരു ആൺ ശരീരത്തിൽ പെട്ടുപോയ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച കുറേ വിഷമങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നൊരു കുട്ടി അത്തരത്തിലൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കുട്ടിക്ക് ജീവിക്കാൻ ഉള്ള ഇതുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അങ്ങനെയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളതാണ്. സോ അത്തരത്തിൽ കുട്ടിക്കാലത്തിൽ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഭയങ്കര വേദനാജനകം തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തൽ, കളിയാക്കലുകൾ, പരിഹാസം എല്ലാം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ലൈഫിലൊക്കെ ഒത്തിരി എനിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ട്രോമാസ് വരും. കാരണം അത്രയും പ്രോബ്ലംസ് എനിക്ക് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും സഹപാഠികളെ കയ്യിൽ നിന്നാണെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് ശരിക്കും എന്താ പറഞ്ഞിരുന്നത്? ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സെക്ഷലി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പല പരിപാടിക്കും വേണ്ടി പേര് കൊടുത്ത സമയത്ത് നീയൊക്കെ എന്തിനാണ് ഇതിൽ ചേരുന്നത്? ഏത് പ്രായത്തിലാണ് ശരിക്കും ചെറിയ ഒരു 8th 9th ആ സമയത്തൊക്കെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ചേരുമ്പോൾ ഒരു കളിയാക്കൽ പോലെ ഒരു നിനക്കിത് പറ്റുമോ എന്താ പറയുന്നത്? ശരിക്കും ടീച്ചേഴ്സ് എന്താ പറയാറ്? നീ ഒരു പെണ്ണുങ്ങളെ പോലെയല്ലേ, നിന്റെ ഒരു കുഴഞ്ഞ കളിയൊന്നും ഇതിൽ നടക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആൺകുട്ടികളുടെ ഒപ്പനയിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടോ ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അത്രയും ഒരു ഇന്ന് നല്ല ടീച്ചേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മോശം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു? സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മാഷിൻ്റെ കയ്യിൽ നിന്ന്. അതൊക്കെ എൻ്റെ ലൈഫിൽ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡ്രോമാസ് തന്നെ. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ റിയാക്ട് ചെയ്തില്ല? അപ്പോൾ ഇല്ല, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ സമയത്ത് നീ അങ്ങനെ നടന്നതുകൊണ്ടാണ്, നീ പെണ്ണുങ്ങളെ പോലെ നടക്കല്ലേ, നീ ആണായിട്ട് നടക്ക് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റിയായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ എനിക്ക് ഭയങ്കര ആണുങ്ങളായിട്ട് നടന്നാൽ പെണ്ണുങ്ങൾ പോലെ എങ്ങനെ നടന്നാലും സെക്ഷലി അങ്ങനെ ചെയ്യുന്ന സംഭവം അത് ആ സമയത്ത് അങ്ങനെയായിരുന്നു. അത് പറയാനൊരു പേടി ഉണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അഫൻഡഡ് ആയിട്ടുള്ള സാധനത്തിന് അങ്ങനെ ഒരു റിയാക്ഷൻ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ എനിക്ക് ഭയങ്കര ഇത് കുറവായിരുന്നു, അക്സെപ്റ്റേഷൻ കുറവായിരുന്നു. എന്നെ മനസ്സിലായിരുന്നു കാരണം ഞാനൊരു പെണ്ണുങ്ങളെ പോലെ ആയതുകൊണ്ടായിരിക്കും. എനിക്ക് എന്നെ അറിയുന്ന കുറച്ച് 2-3 ടീച്ചേഴ്സ് മാത്രമേ എന്നോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറ്റും. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കളിയാക്കലും പരിഹാസം ഒക്കെ എന്നോടും ഉണ്ടായിരുന്നു. കണ്ണൊക്കെ എഴുതുമായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത്. കണ്ണൊക്കെ എഴുതിട്ട്. പക്ഷെ ഇപ്പൊ ബോയ്സ് തന്നെ ഇപ്പൊ ചിലര് സുറുമയല്ലേ മറ്റേ വെച്ചിട്ട് ഇടുന്നവരുണ്ട്. അതല്ലാതെ പക്ക ഗേൾസ് ചെയ്യുന്ന പോലെ കണ്ണെഴുതും. അല്ല, ഞാൻ ഇതന്നെ കൺമഷി വെച്ച് കണ്ണെഴുതിയിട്ടൊക്കെ പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, എന്താണ് പെണ്ണുങ്ങളെ പോലെ കണ്ണൊക്കെ എഴുതിയിട്ട് PT മീറ്റിങ്ങിനൊക്കെ ഉമ്മ വരുമ്പോൾ ഉമ്മയോടൊക്കെ പറഞ്ഞ് അതൊരു വഷളാക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ വീട്ടില് പറയാറുണ്ടായിരുന്നു? എന്തെങ്കിലും വീട്ടില് പറയും,
പക്ഷെ പലപ്പോഴും ഞാൻ കാണാണ്ടൊക്കെ കണ്ണെഴുതി വേഗം സ്കൂളിലേക്ക് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലം എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഡ്രോമയാണ്. കാരണം ഞാൻ കണ്ടു വന്നത് എൻ്റെ ഉമ്മയുടെ കഷ്ടപ്പാടുകൾ മാത്രമാണ്. കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ കഷ്ടപ്പെടുന്നതും എൻ്റെ ഉമ്മ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ചെയ്ത കഷ്ടപ്പാടുകളും ഒക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. പേഴ്സണലി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ഉമ്മാനെ അങ്ങനെ കാണുന്നത് ഉമ്മ രാവിലെ എണീറ്റ് പോവും. പിന്നെ 3-4 വീട്ടിൽ ജോലിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഒരു വീട്ടിൽ ഉമ്മ ജോലിക്ക് നിൽക്കണം. അപ്പോൾ അവിടെ പോയി ഉമ്മാക്ക് കൊടുത്ത ഫുഡ് അവിടെ ഒരു ചെറിയൊരു കോണിപ്പടിയുണ്ട്, അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഉമ്മ അവിടെ അലക്കുന്നുണ്ടാവും. ഞാൻ അപ്പുറത്ത് അവിടെ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കും. അത് കഴിഞ്ഞ് ഉമ്മ അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒരു ഉമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു ഉപ്പാൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ നല്ല ആൾക്കാരാണ്, എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ മറ്റുള്ള കുട്ടികൾ കിട്ടുന്ന അത്രയ്ക്ക് എനിക്ക് ഉപ്പാനെ കണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം രാവിലെ മദ്രസയിൽ പോകുന്ന സമയത്ത് ഉമ്മ ജോലിക്ക് പോയിട്ടുണ്ടാവും. അതവർ കഷ്ടപ്പാട് ജീവിക്കാൻ സർവൈവലിൻ്റെ ഭാഗമായിട്ടും കൂടിയല്ലേ അവർ ജോലിക്ക് പോയിരുന്നത് അല്ലേ. അപ്പോൾ ഉമ്മ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഉമ്മാൻ്റെ ഒരു സ്ട്രോങ്നെസ് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്ക് എൻ്റെ അത്രയും കൊച്ചിലെ കുറെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, ജോലിക്ക് പോയിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇജാസി ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് വലുതാകുമ്പോൾ നേരത്തെ തന്നെ അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് അവാർഡ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചോളാം. ഞാൻ എൻ്റെ ഒരു ലൈഫിലെ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഇവർ സ്വാഭാവികമായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് തന്നെയായിരിക്കും അന്നും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ പിന്നീട് വലുതായി കഴിഞ്ഞ് എൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഉമ്മേനെ വിഷമിപ്പിക്കുക തന്നെയല്ലേ ചെയ്ത്. എന്താ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എപ്പോഴും ഉമ്മാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഒരു ലൈഫിൽ ഒരു ഹാപ്പിനെസ് എൻ്റെ ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴായിട്ട് ദൈവത്തിനോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതെനിക്ക് എപ്പോഴും ഒരു ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ദൈവം ഇങ്ങനൊരു ജീവിതം അല്ലെങ്കിൽ ഇങ്ങനൊരു മനസ്സ് തന്നത് എന്നുള്ളത് എപ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ ആരുമല്ല, പക്ഷെ പലപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തിനാണ് ദൈവം ഇങ്ങനൊരു ജന്മം തന്നത്, ഒരു ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു ലൈഫ്. ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു മനസ്സ് അത് വളരെ വേദന തന്നെയാണ്. കാരണം അത് മനസ്സിലാക്കി ആ സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ അത്തരത്തിൽ ഞാൻ വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഒരു കൈയില്ലാത്ത ആൾക്കാരോ ഒരു കാലില്ലാത്ത ആൾക്കാരോ ഒരു കണ്ണില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസുള്ള ആൾക്കാരോടൊക്കെ എല്ലാവരും സഹതാപമാണ്. പാവം കൈയില്ല അല്ലെങ്കിൽ കാഴ്ചയില്ല അല്ലെങ്കിൽ കേൾവിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എന്നെപ്പോലത്തെ ആൾക്കാരോടൊക്കെ അവർക്കൊരു പുച്ഛാണ്. ആണായിട്ട് പോലും പെണ്ണുങ്ങളെ പോലെ നടക്കണം. അന്നും ഉമ്മ നേരിട്ട വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ല, ഇത് ഒരു കുറവുകളായിട്ടാണോ ശരിക്കും കാണുന്നത്? ഇത് സത്യം പറഞ്ഞാൽ കുറവല്ല, ഇതൊരു ഹോർമോൺ പ്രോബ്ലംസ് ആണ്. പക്ഷെ പലവരും അത് മനസ്സിലാക്കുന്നത് അത് ഇപ്പോഴാണ് അതിൻ്റെ അക്സെപ്റ്റ് പിന്നെയും കുറച്ച് ആൾക്കാർ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോഴും അത് കളിയാക്കുന്നവരാണുള്ളത്. നിങ്ങൾക്ക് അഭിനയിക്കില്ല, നിങ്ങൾക്ക് എന്താ ആണുങ്ങൾ കൂടെയാണ് നടന്നുകൂടെ, ജിമ്മിന് പോയിക്കൂടെ, അത് ചെയ്തുകൂടെ, ഇത് ചെയ്തു അപ്പോൾ നിങ്ങൾ അങ്ങ് ഓക്കെ ആവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരിക്കലും ഒരു അഭിനയമോ അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു അസുഖമോ അല്ലെങ്കിൽ അതൊന്നുമല്ല. ഇത് ശരിക്കും ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ ഉമ്മയ്ക്ക് അത്രയും വിഷമം ഉണ്ടാവുന്നു എന്നുള്ളത് ഞാൻ ജാസിനെ ഇതുവരെ അങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഉമ്മേനെ കുറിച്ച് പറയുമ്പോൾ അത്രത്തോളം വിഷമമുണ്ടെന്ന് പറയുന്ന അതേ ആൾ തന്നെ എനിക്കുണ്ടായ ജന്മത്തെ പഴിക്കുന്നു എന്നും കൂടിയും പറയുന്നു. ശരിക്കും ഇപ്പോൾ ഈ ജന്മത്തിൽ പഴിക്കുന്ന ഒരാൾ ജാസിക്കിനെ ഉണ്ടാവുന്നൊരു മക്കൾ അത് ഇങ്ങനെ ആവരുതേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഇങ്ങനെ ആവരുതെന്നല്ല, ആയിക്കഴിഞ്ഞാലും അവർക്ക് അവരൊരു ഫ്രീഡം ഉണ്ട്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ നാളെ എനിക്ക് ഒരു മോനുണ്ടായി, ആ മോന് ഉള്ളിലൊരു സ്ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഞാൻ കണ്ടറിഞ്ഞ് ഞാനത് ഇതാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു നടി പറയുകയുണ്ടായി, എൻ്റെ മകൻ ഗേ ആണെങ്കിലും ഞാൻ അവനെ അംഗീകരിക്കും, അല്ലെങ്കിൽ അവന് ആരോടാണോ ഇഷ്ടമുള്ളത് അവൻ്റെ ആ ഇഷ്ടത്തിന് ഞാൻ അവനെ വിടും എന്ന് പറയുണ്ടായി ഒരു മാഡം പറയുണ്ടായി. അതേപോലെ തന്നെ അവരെ എന്താണോ അവർ ആയിട്ട് അവരെ അംഗീകരിക്കാൻ പഠിക്കണം. അത് അംഗീകരിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ട്രാൻസ്ജെൻഡേഴ്സും വീട് വിട്ട് ഇറങ്ങി പോകുന്നതും പല സ്ഥലങ്ങളിലും പോയിട്ട് അവരെ വിദ്യാഭ്യാസം പോകുന്നതും വീട് വിട്ട് ഇറങ്ങുന്നതും. അവരായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവർ വീട് വിട്ട് ഇറങ്ങത്തില്ല. അവരായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും വീട് വിട്ട് പോയില്ല. അവർ വേറെ സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക ഇങ്ങനെ പിഷെടുക്കേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ അവരായിട്ട് അംഗീകരിക്കണം, മനസ്സിലാക്കണം. ഇനിയെങ്കിലും വരുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മയെക്കുറിച്ച് ഓർത്ത് അത്രയും വിഷമമുള്ള ഒരാൾ വലുതാകുമ്പോൾ എനിക്ക് ഉമ്മയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്വപ്നം കണ്ട ആൾ ഇപ്പോൾ ശരിക്കും ഈ ഒരു എന്താ പറയുക അവർക്കൊപ്പം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ പല കാര്യങ്ങൾ.
ശരിക്കും കുറ്റബോധം തോന്നുന്നില്ല? തീർച്ചയായിട്ടും. കാരണം എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഉമ്മാക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉമ്മാൻ്റെ എപ്പോഴും കോൺടാക്റ്റും എന്നെ ഭയങ്കര എപ്പോഴും വിളിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇടയ്ക്ക് ഉമ്മാനൊക്കെ പോയി കാണുമ്പോൾ ഇവിടെ കൊച്ചിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഉമ്മാനെ അങ്ങനെ കാണാൻ പറ്റാത്തത്. പക്ഷേ എങ്കിൽ പോലും ഒരു അവസരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമയം കിട്ടുമ്പോൾ, ഷൂട്ടൊന്നും ഇല്ലാത്തൊരു സമയം കിട്ടുമ്പോൾ ഓടിപ്പോയി ഉമ്മാനെ കൂടെ 2 ദിവസം നിൽക്കുന്നതും ഉമ്മാൻ്റെ കരുതലും ഉമ്മാൻ്റെ സ്നേഹം ഒക്കെ വേണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഉമ്മാക്ക് ചെയ്തത് കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഇനിയും ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു എന്ന് എപ്പോഴും ഉള്ളിലൊരു തോന്നലുണ്ട്. സ്റ്റിൽ എപ്പോഴും ഉണ്ട് അത്. കാരണം ഉമ്മ വന്ന ഒരു അല്ലെങ്കിൽ ഉമ്മ അനുഭവിച്ച ഒരു വേദന. കാരണം ആ സമയങ്ങളിലൊക്കെ ഒരു സ്ത്രീ വീട്ടുജോലിക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും ഇല്ല, ഉമ്മയാണ് പോകുന്നത്. ഉപ്പ ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് അധികം ക്യാഷ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഉമ്മ വീട്ടുജോലിക്ക് ഇറങ്ങി. ബാക്കിയുള്ള മൂത്താപ്പേളാപ്പവരൊക്കെ അത്യാവശ്യം നല്ല ടീമാണ്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ഇതാക്കണം. അപ്പോൾ ആ തരത്തിൽ ഉമ്മ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഉമ്മ. ആ വിഷമങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ടുണ്ട് ഉമ്മ. അവരുടെ കുറച്ചും കൂടി അവർക്ക് പ്രായം ഏറി വരുന്നു, അവർക്ക് കുറേ കൂടി ഹെൽപ്ഫുള്ളായിട്ട് നമ്മൾ അടുത്തുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ നമുക്കത് പലതും ചെയ്യാൻ പറ്റില്ല. അതാണ് ഉമ്മയുടെ മനസ്സിൽ അറിയാതെ എവിടേക്കോ ശപിച്ചിട്ടൊക്കെ ഉണ്ടാവുന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഉമ്മ ഒരിക്കലും എന്നെ ശപിക്കില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഉമ്മ അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും ഉമ്മാക്ക് അത് പറ്റില്ല. അത് ഉമ്മാക്ക് അമ്മമാർക്കും അങ്ങനെ മക്കളെ ശപിക്കാൻ എനിക്ക് തോന്നുന്നില്ല പറ്റും എന്നുള്ളത്. കാരണം അവരെന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ അവർ മാറ്റി നിർത്തിയാലും അവർക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതാണ് ആഷിയുടെ ഭാഗത്ത്. ആഷിയുടെ ഉമ്മാൻ്റെ വോയിസ് അത്രത്തോളം വൈറലാവാനും അതൊരു അമ്മയുടെ വോയിസ് ആയതുകൊണ്ടാണ് അല്ലേ. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അവർ കൊടുക്കുന്ന ഒരു പരിഗണന, നമ്മുടെ നാട്ടുകാർ കൊടുക്കുന്ന ഒരു പരിഗണന, അല്ലെങ്കിൽ സമൂഹം കൊടുക്കുന്ന ഒരു പരിഗണന വളരെ വലുതാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഒരു അമ്മയുടെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വാക്കാണ്. ആ വാക്കിന് ഭയങ്കര വലിയൊരു വിലയുണ്ട്. അത് ആരെന്ത് പറഞ്ഞാലും അത് അമ്മ തന്നെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം. ഉമ്മാനെ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കണം. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഉമ്മാനെ ഭയങ്കര ഇതാക്കണം എന്നൊക്കെയുള്ള എല്ലാ മക്കളെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പലതൊക്കെ നടക്കും, പലതൊക്കെ പിന്നീടാവട്ടെ വെച്ചിട്ട് മറക്കും. പക്ഷേ എനിക്ക് എപ്പോഴും നമ്മൾ ഉള്ള കാലത്തോളം അവരെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുക, ഹാപ്പിയാക്കുക. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ആഷിയുടെ വീട്ടിൽ പോയി ആഷിയുടെ ഉമ്മയുടെ കിച്ചണിൽ ഇരുന്നിട്ട് വ്ളോഗ് ചെയ്യുന്നതിനേക്കാൾ കുറേ കൂടി സന്തോഷം ഉണ്ടാവും അവനവൻ്റെ ഉമ്മയുടെ ഒപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വരുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ പ്രേക്ഷകർ അതിനേക്കാളേറെ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മായിട്ട് പുറത്ത് പോകാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ആശയോൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമല്ലോ. അപ്പോൾ ഞാൻ ഉമ്മയും കൂട്ട് സ്കൂട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകാറുണ്ട്, ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. ഉമ്മാക്ക് ഞാനിപ്പോൾ ഇവിടെ കൊച്ചിയിലാണെങ്കിൽ പോലും ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഉമ്മ ഇടയ്ക്ക് എൻ്റെ ചില ഡ്രസ്സുകളോ അല്ല ചില പർദ്ദകളോ അപായകളൊക്കെ ഞാൻ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉമ്മനോട് ചോദിക്കാറുണ്ട്, നല്ല ഭംഗിയുണ്ട് ആ പർദ്ദ കാണാൻ, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് ആ മേക്സി കാണാമെന്ന് പറയുമ്പോൾ സാധനങ്ങൾ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് പല പ്രൊഡക്റ്റുകളും കിട്ടും, ഈ നല്ല ആയുർവേദിക് പ്രൊഡക്റ്റുകൾ കിട്ടും. അത് ഞാൻ ഉമ്മാക്കും കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൺഫെക്ഷൻ റൂമിൽ ബിഗ് ബോക്സിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇതിൻ്റെ ഹൗസിൻ്റെ ഇൻചാർജ് കിട്ടുന്നത് ജാസിക്കാണ് വിചാരിക്കുക. ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ജാസിനെ ഇതുവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വെറുപ്പിച്ച ഒരു വ്യക്തിയെ എടുത്ത് പുറത്താക്കണം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളകത്താക്കണം എന്ന് പറഞ്ഞാൽ ആ 2 വ്യക്തികൾ ആരായിരിക്കും? ഏറ്റവും വേദനിപ്പിച്ച ഒരാളെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ പാസ്റ്റിൽ എന്നെ ഉപദ്രവിച്ച ആ കുട്ടി തന്നെയാണ്. ആ പെൺകുട്ടി. ഓക്കെ, പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേണ്ട വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ആഷി. എൻ്റെ ഉമ്മയും ആഷി എനിക്ക് ഈക്വലി ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മ എന്തായാലും വരില്ലല്ലോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഷിനെ അഫ്കോഴ്സ് ആഷിനെ റൂമിൽ വിളിക്കാനാണ് പറയുന്നത്. ആഷിനെ വേണ്ടതാണ് ഞാൻ പറഞ്ഞത്, ആഷി ഇല്ലാത്ത ഒരാൾ എന്നാണ് ഞാൻ ചോദിച്ചത്. ആഷില്ലാത്ത ഒരാളെന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒരു ആത്മമിത്രം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്ന എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്, റാഫി എന്നാണ് ആളുടെ പേര്. ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും ഞാൻ കൂട്ടുപിടിക്കുക. ആള് ഭയങ്കര മീൻസ് ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ ഞാനായിട്ട് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ്. നല്ലൊരു ജെന്യുവൻ പേഴ്സണാണ്. അപ്പോൾ ആളെ വിളിക്കാനായിരിക്കും പറയാം. ബിഗ് ബോസ് ഹൗസിനകത്ത് എൻട്രി കിട്ടുന്നത് ജാസിയുടെ ഒപ്പം ആഷിക്കും കൂടെ 2 പേർക്കും കൂടി ഒരുമിച്ചാണ് എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അവിടെ നിന്നുള്ളത് നമ്മൾ നിൽക്കുന്ന എല്ലാവരും മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളാണ് അല്ലേ. ഞാനായാലും നമുക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളാണെന്ന് ഒക്കെ ഉണ്ട്. ആഷി ഇത്രത്തോളം നിൽക്കുകയാണ്, അവിടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമോ, അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമോ, അത് പാർട്ട്ണറായിട്ട് നിൽക്കുമോ? പാർട്ട്ണറായിട്ട് നിൽക്കും.
അവിടെ തീർച്ചയായിട്ടും. ഒരു മത്സരാർത്ഥിയാവുമല്ലോ വേണ്ടേ ശരിക്കും അത്തരം വേദികളിൽ? ഒരിക്കലും നിൽക്കുന്നില്ല. ആഷിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ആഷിലേക്ക് എനിക്കൊരു കാരണം അതാ ഞാൻ പറഞ്ഞത്, എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ണ് നിറയുമ്പോൾ ഒരു ആഷ് നല്ലൊരു ഹസ്ബൻഡാണ്. നല്ലൊരു ഹസ്ബൻഡാണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെ പറയാം. ഈസ് എ വണ്ടർഫുൾ ഹസ്ബൻഡ്. നല്ല കെയറിങ് ആണ്, ഭയങ്കര ലവബിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഒരു അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ആൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും പാർട്ണറായിട്ട് പരിഗണിക്കുകയാണോ ചെയ്യുക, അതോ ഒരു സഹമത്സരാർത്ഥികളെ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ അവരെ എതിർക്കുകയാണോ ചെയ്യുക? എന്നെ പാർട്ണറായിട്ട് പരിഗണിക്കും അവൻ. അതാ പറഞ്ഞത്, എൻ്റെ എന്ത് ഇല്ല എങ്കിൽ ഇല്ല എങ്കിലോ മത്സരാർത്ഥിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തിരിച്ച് ജാസി എടുക്കുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് കുഴപ്പമില്ല, എനിക്കതിൽ പ്രശ്നവും വിഷയമൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം ആഷി ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് മോശം സിറ്റുവേഷനിലാണെങ്കിലും ആഷി പക്ക എൻ്റെ കൂടെ നല്ല എന്താ പറയുക, എന്നെ ചേർത്ത് പിടിച്ചാൽ ഇതിൽ നിന്നിട്ടുള്ളൂ. പല സിറ്റുവേഷനിലും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇമ്മയുടെ ഈ വോയിസിൻ്റെ കേസിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ ഒരു ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കുമല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ ഉമ്മാൻ്റെ വോയിസ് അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ് ആഷി. അവിടെ ആഷിക്ക് ആഷിയുടെ ഉമ്മാനെ വേണ്ടാന്നല്ല, ആഷിയുടെ ഉമ്മയും വലുതാണ് എങ്കിൽ അതിനോടൊപ്പം തന്നെ ഞാനും വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ദുബായിൽ നിന്ന് അവിടെ നിന്ന് ഐഡന്റിറ്റിക്ക് വേണ്ടി നാട്ടിലെത്തി, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി വന്നു, അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഇവിടെ വന്നതല്ല, എന്ത് വേണം മാറ്റം വേണോ, പക്ഷെ ആ മാറ്റം കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. എന്തൊക്കെ ദൗത്യത്തിന് വേണ്ടിയിട്ട് വന്നു പോലെയോ ആണ് ശരിക്കും വാക്കുകൾ നിന്ന് കുറെ പ്രശ്നങ്ങൾ, കുറെ തലവേദനകൾ അതും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാനൊരു ഗെയിം സ്പിരിറ്റിൽ മാത്രം എടുക്കുന്നു. എല്ലാം ആ ഒരു ലെവലിലേക്ക് എൻ്റെ കുറേ അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഫോക്കസ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി ഇനി അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, പാഠങ്ങൾ പഠിക്കുക. ഒരുപാട് നല്ല നല്ല പാഠം, എത്രയൊക്കെ വിശ്വസിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ കൂടെ നടന്നാലും എല്ലാവരും മാറും, അല്ലെങ്കിൽ എല്ലാവരും മാറാൻ ഒരു സ്വിച്ച് ഇടുന്ന ടൈം മതി എന്നുള്ള കുറേ പാഠങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഒരു പാഠം കിട്ടി, അത് പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എങ്കിൽ ആരും ഉപദ്രവിക്കാണ്ട് വിഷമിപ്പിക്കാണ്ട് അങ്ങനെ പോകണമെന്നാണ് എനിക്ക്. ആ തെറ്റുകൾ ഉൾക്കൊള്ളുന്ന തന്നെ വലിയ കാര്യമാണ്, വലിയ മനസ്സാണ്. അപ്പോൾ അത് തുടരട്ടെ, പാഠങ്ങൾ ഉൾക്കൊള്ളട്ടെ, മനസ്സിൽ കണ്ട് കുറേ സ്വപ്നങ്ങൾ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ജോഹൻ. താങ്ക് യു.